ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഞങ്ങളിതാ സ്കൂളൊക്കെ തുറക്കാനായില്ലേ. മക്കൾക്ക് വീട്ടിലൊക്കെ ഇരുന്ന് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ബോറടി ആയിട്ടോ. അപ്പോൾ ഞാനെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. നല്ല കാറ്റുണ്ട് ഗൈസ്, നല്ല കാറ്റുണ്ട്, മഴ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ അങ്ങോട്ട് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിതാ അങ്ങനെ അവരെ വീട്ടിലെത്തി. നല്ല മഴയൊക്കെ ഉണ്ട്. എത്തിയ പാടന്നെ പാത്തുതാ അവിടുത്തെ മിസ്സിരിക്കുട്ടീനായിട്ട് നടന്നിട്ട് കുറേ കഥകളും കുറേ മുന്നേ കണ്ടതാട്ടോ. 1 വർഷമൊക്കെ ആയിട്ടുണ്ടാവും അവർ വീട്ടിലേക്ക് വന്നിട്ട്. അവിടെയുള്ള കാര്യം, വെള്ളത്തിൽ കളിയും അങ്ങനെ ഇവരെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാ. അങ്ങനെ ഇവരെ കാണാനേ ഇല്ല, അവരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കാണാനേ ഇല്ല. ഇവർ ഫുള്ള് റോട്ടിൽ നടക്കലും കഥ പറയലും വെള്ളത്തിൽ കളിക്കലും അങ്ങനെയൊക്കെയാണ് കേട്ടോ. മഴയൊക്കെ കുറച്ച് ദിവസമല്ലോ മഴയൊക്കെ ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ട്, പക്ഷെ പുറത്തേക്ക് ഇതുവരെ വിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ എല്ലായിടത്തും അലഞ്ഞ് തിരിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇവർ രണ്ടുപേരും. അങ്ങനെ കഥ പറഞ്ഞിട്ടും തീരുന്നില്ല കേട്ടോ. അവിടുത്തെ ചെറിയ ഉണ്ണിക്ക് നല്ല രസമാണ് കേട്ടോ. നല്ല സംസാരമാണ്, നല്ല കോമഡിയാണ്, നല്ല രസമാണ്. ചിരിയും കളിയും പാട്ടും. പാത്തൂന് ഇതിലപ്പുറം സന്തോഷമൊന്നുമില്ല. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. മൂപ്പര് എവിടെയൊക്കെ നടന്നിട്ട് നെല്ലിക്ക പെറുക്കാനും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഇവർ രണ്ടുപേരും പലയിടത്തേക്കും എത്തിക്കണം. വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്. വെള്ളത്തിൽ കളിയും ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നെയാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ അടുക്കളയിൽ സംസാരിക്കുമ്പോൾ വന്ന് ഫോട്ടോ എടുക്കലും. പിന്നെ ഇത് അവിടുത്തെ ഒരു മോനാണിത്, അവളെ മോനാണ്. അങ്ങനെ അവന് സൈക്കിൾ റിപ്പയർ ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ ടൈമായി. ഞങ്ങളത് ഫുഡ് കഴിക്കുന്നത് നെയ്ച്ചോറുണ്ട്, ബീഫ് കറി ഉണ്ട്, പിന്നെ ചിക്കൻ വറുത്തത്, നല്ല അടിപൊളി അച്ചാറുണ്ട് കേട്ടോ. സ്പെഷ്യലാണ്. മാങ്ങ, എന്താ പറയുക, കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള അച്ചാർ, ഗ്രീൻ കളറാണ് കേട്ടോ. ഇത് നമ്മൾ സാധാ അച്ചാർ, ഇതാണ് മാങ്ങയുടെ അച്ചാർ. നല്ല അടിപൊളി, നല്ല ടേസ്റ്റ്. അങ്ങനെ ഇതുണ്ട് കയ്യിലോണ്ട് കോരിയിട്ടുണ്ടല്ലോ, വായലിങ്ങനെ വെള്ളം വരുന്നുണ്ടോ. അങ്ങനെ കയ്യിലിടില്ല, ഇതിലിട്ട് പാത്രത്തില്. എന്താണ് ആക്രാന്ത, എല്ലാവർക്കും ആക്രാന്തം വരിക്കാണ് ആൾക്കാർ കണ്ട ഇരിക്കണത്. അയക്കട് കൈ കൊണ്ട് തൊടരുത്. ഷോയിന് കൊടുക്ക്, ഉപ്പില്ല ആളെണ്ണീട്ട് എടുത്താ മതിട്ടാ. ഇടുമ്പത്തിന് ആൾക്കാർ എടുത്തിട്ട് ഓടി. മതി സ്റ്റോപ്പ്. പാത്തസിന്റെ വായിലൊക്കെ വെള്ളം തന്നെ. എവിടെ മിസ്സിരി, എവിടെ പാത്തു കഴിക്കാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇവിടെ നമ്മളെ ഉണ്ണിവാവയുടെ ഡാൻസാണ്. നന്നായി ഡാൻസ് ചെയ്യും മിസ്സിരിയ എന്നാണ് കേട്ടോ പേര്. നല്ല ഡാൻസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഡാൻസ് കളിച്ചു തരാം. ഒരു ഇതൊന്നുമില്ല, ആൾക്കാരെ കണ്ടപ്പോൾ കണ്ടതിലൊരു നാണക്കേടൊന്നുമില്ല. നല്ല കോൺഫിഡൻസാണ്. പാത്തുവിൻ്റെ പോലെ തന്നെയാണ്. നല്ല ഡാൻസ് ചെയ്യും, നല്ല സ്റ്റെപ്പ് എടുക്കാനറിയാം. ഞങ്ങൾക്ക് ഇങ്ങനെ കളിച്ചു തരാം. സ്കൂളിൽ ഇത് കളിച്ചു, ഞാൻ അവിടെ കളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മിക്സഡ് സോങ്ങൊക്കെ വെച്ച് തരാൻ പറഞ്ഞ് ഇങ്ങനെ ഡാൻസിലാണ്. അതൊക്കെ കുറേ കണ്ടു. നല്ല രസമുണ്ട്, നല്ല സന്തോഷമായിരുന്നു കേട്ടോ. ഇപ്പോൾ അങ്ങനെയായിട്ട് കൊച്ചുമോളെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നന്നായി കളിക്കുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു നാണക്കേടൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ചായ കുടിക്കാനായി അങ്ങനെ കുഴലപ്പം, പിന്നെന്താ പൂരം വറുത്തത്, അയിനാസ്, അങ്ങനെയൊക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ വരുതാ മുറ്റടിക്കാൻ നിൽക്കുക. ഐഷു ഉണ്ട്, മിസ്സിരിക്കുട്ടിയുണ്ട്, പാത്തു അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. പാത്തുവിന് ഈ വക പരിപാടിയൊന്നും ചെയ്യണത് ഇഷ്ടമല്ല. അപ്പോൾ അതാ അടിച്ചു വാരിന് ആൾ ബാക്കിലൊക്കെ കൈ വെച്ച് നല്ല വലിയ ആൾക്കാർ ചെയ്യണ പോലെ അടിച്ചു വാരി. ഇതവർ കഴിച്ച മിഠായും കാര്യങ്ങളാണ്. അത് കഴിഞ്ഞപ്പോൾ അരിനെല്ലിക്ക പോയി പറക്കി കൊടുന്ന് ഇതാ ഉപ്പും പുളിയും മുളകും എല്ലാം ഇട്ടിട്ട് ഇതാ കഴിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ എയർബഡ് അവരിപ്പോൾ കൊടുക്കുന്നതായിരുന്നു. അത് എയറൊക്കെ കയറ്റി എന്നിട്ട് ഇപ്പോൾ ഇതാ അതിൽ ആനയെന്നൊക്കെ പറഞ്ഞ ടൈമ് കയറി കളി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാത്രികാലത്തെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് രാത്രികാലത്തെ ഫുഡ് കഴിക്കാൻ വന്നു. അത് കഴിഞ്ഞ് രാത്രി ഇതാ കിടക്കുന്ന സമയത്തിൻ്റെ അടുത്താട്ടാ ചെറിയ ഉണ്ണി കിടന്നത്. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഉറക്കയായി. അങ്ങനെ ബായ്.